ഈ മഴദേവൻ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് അത് വേഗം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാണിക്കുന്ന വ്യഗ്രത കാണിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിനിധിയാണ് ആര്? ഇവിടെ മഴദേവൻ. നമ്മളും പ്രകൃതിയുടെ അഥവാ ഭൂമിയുടെ മക്കൾ തന്നെ. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് ആരാണ്? നമ്മുടെ അമ്മയാണല്ലേ ശരിക്കും എന്താണ്? പ്രകൃതി. ഇങ്ങനെയായിരിക്കണം വാക്ക് നിങ്ങൾ കൃത്യമായിട്ട് പിരിച്ചെഴുതേണ്ടത്. ഇതേപോലെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഈ വരികൾ എപ്പോഴും പഠിക്കുക. ഇതെന്താണ്? നമുക്ക് 5 മാർക്കിനൊക്കെ പാഠഭാഗത്തുനിന്ന് ചോദ്യം വരും. താമസിക്കാൻ ഒരിടം നൽകിയെങ്കിൽ ആ മണ്ണിനെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഹലോ ഡിയേഴ്സ്, എൻ്റെ 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫിസിക്സ് വാലയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആശയവും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാം. മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട് തയ്യാറാക്കി ഈ ഒരു ചാപ്റ്ററിൽ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും എഴുതുന്ന രീതിയിൽ നിങ്ങളായിരിക്കണം. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടുകൊണ്ട് നന്നായിട്ട് എഴുതി നന്നായിട്ട് പഠിച്ച് ഇതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും അല്ലെ എഴുതി എന്ന് എൻ്റെ അടുത്ത് വന്ന് പറയണം. ആദ്യത്തെ ചാപ്റ്റർ ആണ് കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഇത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ എന്താണ് ഇതിൽ നിന്ന് പുറത്തുനിന്നുള്ള ചോദ്യം, അതുപോലെ തന്നെ എന്താണ് എസ്സേ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത് ആനന്ദാണ്. ആനന്ദ് പുനരാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഏത്? കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്നത്. ഒരു കുരുവി തന്നെ കൊണ്ടാവുന്ന രീതിക്ക് എന്ത് ചെയ്യാണ്, അല്ലെ ഒരു കാട്ടില് വലിയൊരു കാട്ടില് വലിയ കാട്ടുതീ ഉണ്ടാവുകയാണ്. അല്ലെ ഇങ്ങനെ കാട് ഇങ്ങനെ ഓരോ മരങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് പക്ഷികൾ, ഒരുപാട് മൃഗങ്ങൾ ഓടുന്നൊക്കെ ഉണ്ടെങ്കിലും അല്ലെ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താണ്, എല്ലാവരും അതിൽ വെന്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഒരു കുഞ്ഞിക്കുരുവി എന്ത് ചെയ്യാണ്, തന്നെ കൊണ്ടാവുന്ന വിധം, തന്നാലാവും വിധം എന്ത് ചെയ്യാണ്, അപ്പുറത്ത് നിന്നും ഒരു പുഴയിൽ നിന്നും അല്ലെ തൻ്റെ കൊക്കിൽ കൊള്ളുന്ന അത്രയും വെള്ളം ഈ വലിയ കാട്ടുതീയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒഴിക്കുന്ന സമയത്ത് ഇത് കണ്ട മഴദേവൻ എന്ത് പറയാണ്? മഴദേവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ. ആകാശത്ത് നമ്മൾ മഴയുടെയൊക്കെ ദൈവമായിട്ട് കാണുന്ന ഒരാളാണ് മഴദേവൻ അഥവാ ഇന്ദ്രൻ. ഈ ഇന്ദ്രൻ എന്ത് ചെയ്യാണ്, കളിയാക്കാണ്. നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത്, അല്ലെ നിന്നെ കൊണ്ട്, നിന്റെ ഈ കൊക്കിലുള്ള 2 തുള്ളി കൊണ്ട് ഈ എന്താണ് കാട്ടുതീ അണയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. അപ്പം നമ്മുടെ കുഞ്ഞിക്കുരുവി എന്താ പറയുന്നത്, നിന്നെ കൊണ്ട് മഴ പെയ്പ്പിച്ച് ഈ കാട്ടുതീ മൊത്തം എന്താണ് കെടുത്താൻ സാധിക്കും. പക്ഷെ നീ ഇത് കണ്ട് രസിക്കല്ലാതെ നീ മഴ കൊണ്ട് എന്താണ് ഈ തീ കെടുത്താൻ ശ്രമിക്കുന്നില്ലല്ലോ. ഞാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അത് വെന്ത് എന്താണ് മരിക്കുന്നത് വരെ അതില് വെള്ളം ഇങ്ങനെ എന്താണ് ഇറ്റിറ്റായി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മഴദേവൻ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് അത് വേഗം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാണിക്കുന്ന വ്യഗ്രത കാണിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിനിധിയാണ് ആര്? ഇവിടെ മഴദേവൻ. അല്ലെ ഒന്ന് വേഗം അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നോ ഒന്നും ചിന്തിക്കാത്ത, എല്ലാം എന്താണ് ഒരു സെൽഫിഷ് ആയിട്ട് അല്ലെ ഭയങ്കര എന്താ പറയുന്നത് അതിനോടൊരു വിമുഖത കാണിക്കുന്ന ആളുകളുടെ ഒക്കെ പ്രതിനിധിയാണ് നമ്മുടെ മഴദേവൻ. ഇനി ഇതിന്റെ ആശയം, ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയുന്നത്, എന്താണ് ഈ ചോദ്യം, എന്താണ് കുരുവിയും കാട്ടുതീയും എന്ന് 2 മാർക്കിനൊക്കെ ചോദിച്ചാ നമ്മൾ എങ്ങനെയാ എഴുതുക? ഇവിടെ നോക്കിയേ, താമസിക്കാൻ ഒരിടം നൽകിയെങ്കിൽ ആ മണ്ണിനെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒരു പക്ഷേ ആ ശ്രമത്തിൽ നമുക്ക് മരണം സംഭവിച്ചേക്കാം. സ്വജീവൻ തൃണവൽഗണിച്ച് അതിനായി തന്നാലാവും വിധം പരിശ്രമിച്ചാൽ ആ നന്മ എന്നും വാഴ്ത്തപ്പെടും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, ഇപ്പൊ കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന ശീർഷകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ടാവുന്നത് വിധം എല്ലാം ചെയ്യാൻ എന്നുള്ളതാണ്. അല്ലെ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പേ പാഠഭാഗത്തിന്റെ ആശയം പറയുന്നതിന് മുന്നേ മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് എന്താണ് ഈ പാഠഭാഗത്തിന് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള വരികളില്ലേ മക്കളെ, അതിൽ നിന്നും എന്തുണ്ടായിരിക്കും, നമുക്കൊരു 4ഓ 5ഓ മാർക്കിന് ചോദ്യം വരും. മിനിമം ഒരു 2 മാർക്കിനെങ്കിലും ചോദ്യം വരും. അപ്പൊ ഇവിടുത്തെ വരി നോക്കിയേ, പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി. അപ്പൊ നിങ്ങൾ എഴുതണം, പ്രകൃതി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചൊക്കെ, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടുന്ന എവിടുന്ന? പ്രകൃതിയിൽ നിന്നാണ്. നമുക്ക് ആരാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഭൂമി നൽകുന്നതും അതുപോലെ തന്നെ കായ്കൾ, മാങ്ങ, ചക്ക ഇതൊക്കെ നൽകുന്നത് ആരാണ്? പ്രകൃതിയാണ്. അതുപോലെ തന്നെ നമുക്ക് ജലസ്രോതസ്, ജലം, കടലിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ വെള്ളം തരുന്ന ആരാണ്? പ്രകൃതിയാണ്. ഇങ്ങനെ വായുവായി അന്നമായി ജലമായി ഒക്കെ നമുക്ക് നിറയുന്നത് ആരാണ്? ആ പ്രകൃതിയാണ്. അല്ലെ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ജീവന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് ആരാണ്? നമ്മുടെ അമ്മയാണ് അല്ലെ ശരിക്കും എന്താണ്? പ്രകൃതി. പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ, കൊടുക്കുകയും വേണ്ടേ? അല്ലെ അപ്പോൾ പ്രകൃതിയിൽ നിന്നും നമ്മൾ ഇങ്ങനെ പ്രകൃതിയിൽ നിന്നും മരമെടുക്കുന്നു അല്ലെ, വെള്ളമെടുക്കുന്നു അല്ലെ, അതിനെ ചൂഷണം ചെയ്യുന്നു, ഇങ്ങനെ എടുത്താൽ മാത്രം മതിയോ? അതിനെ സംരക്ഷിക്കുകയും വേണ്ടേ എന്നതാണ് ഈ വരിയുടെ അർത്ഥം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ എങ്ങനെയാ എഴുതുക? അപ്പം എൻ്റെ മക്കൾ പറയണം, ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പഠിച്ചതാണ്. എന്താ? ഈ വരികൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ
അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും മനുഷ്യൻ പ്രകൃതിയോട് കാട്ടേണ്ട കടമയെക്കുറിച്ചുമാണ്. അല്ലെ, നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ മരം വെച്ച് പിടിപ്പിക്കുക, പുഴ മലിനപ്പെടുത്താതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാ? നമ്മളാണ്. അത് നമ്മുടെ കടമയാണ്. നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ കരുതുന്ന പ്രകൃതിയെ തിരിച്ച് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നതാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. വായു, ജലം, ഭക്ഷണം എന്നിങ്ങനെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സർവ്വതും നൽകുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്നും എല്ലാം സ്വീകരിക്കുക മാത്രം ചെയ്താൽ പോരാ, പകരം അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. പ്രകൃതിയെ നശിപ്പിക്കാതെ വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കണമെന്ന സന്ദേശമാണ് കൊടുക്കുകയും വേണ്ടേ എന്ന ചോദ്യത്തിലൂടെ നൽകുന്നത്. ചുരുക്കത്തിൽ എന്താണ് വരി പറയുന്നതെന്ന്. ചുരുക്കത്തിൽ, പ്രകൃതി നമുക്ക് നൽകുന്ന കരുതലിന് പകരമായി നാം പ്രകൃതിയെ സ്നേഹിക്കുകയും മരങ്ങൾ നട്ടും ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചും പ്രകൃതിയെ പരിപാലിക്കുകയും വേണം എന്നതാണ് വരികൾ സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? എഴുതി പഠിച്ചോളാം കേട്ടല്ലോ. ഇനി നല്ല ഭാഷയിൽ എഴുതാനൊന്നും അറിയാത്തവരെന്ത് ചെയ്യുക? മിസ് തരുന്ന സ്ലൈഡ് വെച്ചിട്ട് എഴുതി നന്നായിട്ട് പഠിക്കണം. ഇനി ഇവിടെ നമ്മുടെ കഥയുണ്ട്. കഥ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നിന്നും 8 മാർക്കിന് ഒരു ചോദ്യം വരിക. എന്താണ് ഈ കഥ നൽകുന്ന സന്ദേശം? ഈ കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക. ഇനി ഇതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും, കുരുവിയെയും മഴദേവനെയും ഒക്കെ കുറിച്ച് ചോദ്യം വന്നാൽ എൻ്റെ മക്കൾ ഇങ്ങനെ എഴുതണം. ആനന്ദ് പുനരാവിഷ്കാരം ചെയ്ത, ഇതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ എഴുതാം. ആനന്ദ് പുനരാവിഷ്കാരം ചെയ്ത കുരുവിയും കാട്ടുതീയും എന്ന നാടോടി കഥ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ലളിതവും ശക്തവുമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ്. ഈ വരികൾ എപ്പോഴും പഠിക്കുക. ഇതെന്താണ്? നമുക്ക് 5 മാർക്കിനൊക്കെ പാഠഭാഗത്തു നിന്ന് ചോദ്യം വരും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യുക? പാഠത്തിന്റെ പേര് എഴുതുക, എന്നിട്ട് ആരാണ് എഴുതിയത്, ആനന്ദ് എന്ന് എഴുതുക, എന്നിട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യുക? താഴെ എഴുതുക. എക്സാമിനേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ചു വെക്കണം. എന്നിട്ടോ ഓരോ വ്യക്തിക്കും പ്രകൃതി സംരക്ഷണത്തിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന വലിയ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന പോലെ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു കൊച്ചു കുരുവിയെയാണ് ആനന്ദ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. കാട്ടുതീ പടർന്നു പിടിച്ച് ജീവികളെയെല്ലാം ജീവന് വേണ്ടി പരക്കം പായുന്ന ഭീകരമായ ഒരു അവസ്ഥയിൽ ഒരു കൊച്ചുകുരുവി തൻ്റെ കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് തീ അണയ്ക്കാൻ നടത്തുന്ന ശ്രമം ഹൃദയസ്പർശിയാണ്. ആത്മാർത്ഥമായ ഈ ശ്രമത്തെ മൃഗദേവൻ പോലും പരിഹസിക്കുമ്പോൾ ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എന്നാലാവുന്നത് ചെയ്യുന്നു എന്ന കുരുവിയുടെ മറുപടി അതിൻ്റെ നിസ്വാർത്ഥ ദാർഷ്ട്യം വ്യക്തമാക്കുന്നു. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുടരുന്ന ഈ കൊച്ചുകുരുവി വലിയൊരു പ്രതീകമായി മാറുന്നു. നിസാരമെന്ന് തോന്നുന്ന ചെറിയ ശ്രമങ്ങൾക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും പ്രകൃതി സൗഹൃദങ്ങളിൽ പോലും നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തികൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ഈ കഥ പഠിപ്പിക്കുന്നു. ഇത് കേവലം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല, പ്രതിബദ്ധതയുടെയും ധീരതയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു പാഠം കൂടെയാണ്. അപ്പോൾ 8 മാർക്കിന് ഒരു എക്സേ ഒക്കെ ചോദിച്ചാൽ എഴുതില്ലേ? ഇനി ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളൂടെ നോക്കിയാലോ? ഇവിടെ നോക്കിയേടാ, ഇവിടെ നമ്മളോട് വേർതിരിച്ചെഴുതുക, വാക്കുകളെ 2ആക്കി തിരിക്കാനൊക്കെ പറയും. അപ്പൊ എങ്ങനെയാണ് ഇവിടെ പുഴയിൽ നിന്നുള്ളത് എങ്ങനെ തിരിക്കാം? പുഴ അധികം ഇല്ലാണ് പുഴയിൽ. ഇൽ എന്ന് പറയുന്നത് പ്രത്യയമാണ്. ഇതേപോലെ തന്നെ ആൽ, മരത്താൽ എന്നൊക്കെ ചോദിച്ചാൽ മരം അധികം ആലാണ്. കൃത്യമായിട്ട് വാക്കായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇതൊക്കെ പ്രത്യയമാണ്. പ്രത്യയം എന്നാണ് ഇതിനൊക്കെ പറയാം. ആൽ, ഉടേ, അവനുടെ, അല്ലെ, രമയുടെ എന്നൊക്കെ പറയില്ലേ? അതുപോലെ തന്നെ ഇന്റെ, മരത്തിന്റെ എന്ന് വെച്ചാൽ മരം അധികം ഇന്റെയാണ്. പിന്നെ അതുപോലെ തന്നെ കൊണ്ട്, അങ്ങനത്തെ കുറെ പ്രത്യയങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം വാക്ക് നിങ്ങൾ കൃത്യമായിട്ട് പിരിച്ചെഴുതേണ്ടത്. ഇതേപോലെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കണം. അതുപോലെ തന്നെ ഘടകപദമാക്കുക. ഘടകപദമാക്കുക എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, മഴ അധികം ദേവൻ. 2 വാക്കുകളില്ലേ? ഈ 2 വാക്കുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിൻ്റെ ദേവനാണ്? മഴയുടെ ദേവനാണ് മഴദേവൻ, അല്ലെ? അപ്പോൾ ഈ തമ്മിലുള്ള ബന്ധം എന്താണ്? മഴയുടെ, ഘടകപദമാക്കുന്ന സമയത്ത് മഴയുടെ ദേവൻ മഴദേവൻ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? കുറേ ചോദ്യങ്ങൾ പഠിക്കണം. നിങ്ങളിപ്പോൾ തൽക്കാലം ഈ പാഠഭാഗത്തിൽ വരുന്ന ഘടകപദങ്ങൾ പഠിക്കാം. ഇത് മിസ് പഠിപ്പിച്ചു തരും കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മഴദേവന്റെ പ്രവൃത്തിയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? എന്താണ് മഴദേവന്റെ ഈ ഒരു പ്രവൃത്തിയോടുള്ള നിങ്ങളുടെ പ്രതികരണം? ആപത്ത് വന്നപ്പോൾ വേണ്ട സഹായം ചെയ്യാതെ നോക്കി നിന്ന മഴദേവന്റെ പ്രവൃത്തി ഒട്ടും ഉചിതമായില്ല. അപകട സ്ഥലത്ത് മൊബൈലിൽ എടുക്കുന്ന ആൾക്കാരും ഇതുപോലെയാണ്. ദുരന്തമുണ്ടാകുമ്പോൾ അടിയന്തര സഹായം എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കൊച്ചുകുരുവി പറയും പോലെ മഴ പെയ്യിപ്പിച്ച് തീ കെടുത്താൻ കഴിവുള്ളവനാണ് മഴദേവൻ. എന്നിട്ടും അതിന് ശ്രമിക്കുന്നില്ല. കൊച്ചുകുരുവിയാകട്ടെ തൻ്റെ കൊച്ചു ചുണ്ടിൽ നദിയിൽ നിന്ന് വെള്ളം നിറച്ച് ജീവൻ പോകും വരെ തീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അല്ലേടാ? അപ്പം നിങ്ങളോടിപ്പോൾ മഴദേവന്റെ പ്രവൃത്തിയെ കുറിച്ച് ചോദിച്ചാൽ എൻ്റെ മക്കൾ ഇതേപോലെ എഴുതിക്കൊള്ളണം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന 7 മാർക്കിന്റെ ചോദ്യം പ്രകൃതിയെ കുറിച്ചായിരിക്കും. ഈ യൂണിറ്റിൽ നിന്നും എന്താണ് നമുക്ക് ഈ ഒരു ചോദ്യം ഷുവർ ആണ്, നന്നായിട്ട് പഠിച്ചോളണം. കേട്ടല്ലോ? അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? അപ്പോൾ ഇവിടെ ഒരു പ്രഭാഷണമാണ് ചോദിച്ചത്. പ്രഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രഭാഷണം, പ്രസംഗം എന്നൊക്കെ പറയുന്നേരം ഒരാൾ സംസാരിക്കില്ലേ, കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവില്ലേ? അപ്പൊ അവിടെ തലക്കെട്ടാണോ കൊടുക്കുക? അല്ല, നമ്മൾ ആ വേദിയിലുള്ള ആളുകളെ നമസ്കരിക്കല്ലേ, നമസ്കാരം അല്ലെ ബഹുമാനപ്പെട്ടവരെ, മാന്യരെ എന്നൊക്കെയല്ലേ പറയാ. അതേപോലെ ഒരു സംബോധന കൊടുക്കണം. അതിന് എത്ര മാർക്കാ? 1 മാർക്കാണ്. 3 പാരഗ്രാഫ് 7 മാർക്കിന്റെ ചോദ്യത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കിയേ, ആദ്യം നമ്മൾ പ്രകൃതിയെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ പ്രകൃതിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്നിട്ട് പ്രകൃതിയെ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത്, പാഠഭാഗത്തുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് അവസാനം ഇതിനൊരു സൊല്യൂഷൻ, അല്ലെ, ഇത് നമ്മൾ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ നാളെ എന്താകും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചായിരിക്കണം 3ാമത്തെ പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെ, ഉപസംഹരിക്കേണ്ടത്. എന്നിട്ട് അവസാനം എന്ത് പറയണം? വേദി വിട്ടുപോകുന്നേരം നന്ദി, നമസ്കാരം. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന പ്രകൃതിയെ നാം കനിവോടെ കാണാറുണ്ടോ? തണലേകുന്ന മരങ്ങളും ദാഹജലം പകരും ജലാശയങ്ങളും വെളിച്ചം തരുന്ന സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും പൂക്കളും ശലഭങ്ങളും കാറ്റും മണ്ണും എല്ലാം പ്രകൃതിയുടെ വരദാനമാണ്. നമ്മളും പ്രകൃതിയുടെ അഥവാ ഭൂമിയുടെ മക്കൾ തന്നെ. പക്ഷേ നമ്മുടെ പ്രവർത്തികൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നു. മരങ്ങൾ വെട്ടി നശിപ്പിച്ച് വനനശീകരണം നടത്തി ഒരുവൻ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നു. ബലമോ വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി ജനജീവിതം ദുസ്സഹമാക്കുന്നു. വേരുകളുടെ സംരക്ഷണമില്ലാതെ മണ്ണൊലിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള വൻ ദുരന്തങ്ങളും പ്രളയവും സംഭവിക്കുന്നു. മുണ്ടക്കയം, ചൂരൽമലയും നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് നടക്കുന്ന സിറ്റുവേഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എസ്സേ എഴുതാൻ വേണ്ടിയിട്ട്. ജലാശയങ്ങളെ മണലുവാരിയും മലിനമാക്കിയും നശിപ്പിക്കുന്നു. മരങ്ങളും മലകളും നശിപ്പിക്കുന്നത് മഴ കുറയാൻ ഇടയാകുന്നു. അന്തരീക്ഷ താപനില ഉയരുന്നു. വരൾച്ച രൂക്ഷമാകുന്നു. കുടിവെള്ളത്തിനായി മനുഷ്യരും പക്ഷിമൃഗാദികളും പരക്കം പായുന്നു. കുപ്പിവെള്ളത്തെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നു. ഇതുപോലെ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങളും വയൽ നികത്തലും പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ തന്നെ. ഒരു ഭൂകമ്പം കൊണ്ട് ജനങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കാൻ ഭൂമിക്ക് കഴിയും. സർവം സഹയായ ഭൂമി തിരിഞ്ഞെതിർത്താൽ അവസ്ഥ എന്താകും മനുഷ്യന്റെ? അതുകൊണ്ട് വായു, മണ്ണ്, ജലം, ആകാശം എന്നിവയെല്ലാം സംരക്ഷിച്ച് നമ്മുടെ ഭൂമിയെ മാതാവെന്ന് കരുതി അമ്മയുടെ കനിവായി പ്രകൃതിയെ കാത്തു സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ലോക സമസ്ത സുഖിനോഭ ഭവന്തു, അല്ലെ, സുഖിനോഭ ഭവന്തു എന്ന് പറഞ്ഞ് നന്ദി നമസ്കാരം പറഞ്ഞ് ജയ് ഹിന്ദ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എസ്സേ അവസാനിപ്പിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ എസ്സേ ഇതിൻ്റെ ഒരു ആസ്വാദനം ചോദിച്ചാൽ, അതുപോലെ തന്നെ മഴദേവന്റെ പ്രവൃത്തി ചോദിച്ചാൽ, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ചോദിച്ചാലൊക്കെ എൻ്റെ മക്കൾ ഇനി എഴുതില്ലേ, നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് ഇതൊക്കെ എന്ത് ചെയ്യും? ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിൻ്റെ മുമ്പേ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് പഠിക്കണം. അന്ന് നമ്മൾ ജസ്റ്റ് എന്താണ് ആലോചിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ച്, അല്ലെ, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതൊക്കെ നിങ്ങൾ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ പാഠങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.